അഭിജിത്ത്, അവിടെ പഞ്ചാരക്കൊല്ലിയിലെ കടുവയ്ക്ക് കൊണ്ടുള്ള തിരച്ചിൽ വളരെ വ്യാപകമായി തന്നെ നടക്കുകയാണ്. അഭിജിത്ത്, കണ്ടാലുടൻ വെടിവെക്കാനുള്ള മിന്നൽ ഉത്തരവൊക്കെ ഇറങ്ങിയതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അതിനെ കൂട്ടിലാക്കുക എന്ന നിലയിലേക്കൊക്കെ ആ ഉത്തരവ് ലോപിച്ചു, അല്ലെങ്കിൽ ശോഷിച്ചു എന്ന് പറയാം. എങ്കിൽ കൂടിയും ഈ കടുവ നിലവിൽ എവിടെയുണ്ട് എന്നതിനെക്കുറിച്ച് സൂചനയുണ്ടോ? എങ്ങനെയാണ് കടുവയ്ക്ക് കൊണ്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത് അഭിജിത്ത്? ഹാഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടുവ ഈ ആക്രമണം നടന്നതിൻ്റെ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. നിലവിൽ എങ്ങനെയാണ് ഇനി ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ പ്ലാനിംഗ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി തയ്യാറാക്കുന്നുണ്ട്. നേരത്തെ CCF ദീപ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അവർ വ്യക്തമാക്കിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മറ്റ് ദൗത്യങ്ങളിൽ കാണുന്നത് പോലെയുള്ളൊരു വ്യാപക പരിശോധന ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, ഒരു പക്ഷേ കൂടുതൽ ആൾക്കാർ ഈ കാടുകളിലേക്ക് കയറുകയാണെങ്കിൽ അത് കടുവ ഇവിടെ നിന്ന് മാറാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കും. അതിനാൽ തന്നെ വ്യാപകമായ കാടടച്ചുള്ള ഒരു പരിശോധനയിലേക്ക് തൽക്കാലം നീങ്ങേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിനൊരു വെല്ലുവിളിയാകുന്നത് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് പരിശോധന നടത്താൻ സാഹചര്യമല്ല, അതിന് പ്രാപ്തമായ ഒരു സാഹചര്യമല്ല ഇവിടെയുള്ളത്. ഭൂപ്രദേശം അതിനൊരു വെല്ലുവിളിയാണ്, മുളങ്കാടുകൾ നിറഞ്ഞ മേഖലയാണ്. അതിനാൽ തന്നെ അത്തരം ചില വെല്ലുവിളികൾ ഈ ദൗത്യത്തിൻ്റെ മുന്നിലുണ്ട്, ദൗത്യസംഘത്തിൻ്റെ മുന്നിലുണ്ട്. പക്ഷേ അപ്പോഴും കടുവ ഈ മേഖലയിൽ തന്നെയുണ്ട്. അത് ക്യാമറയിൽ അവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ദൗത്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ. ഒപ്പം തന്നെ ഈ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നുണ്ടാകില്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. കൂടാതെ ഈ ഡോക്ടർ അരുൺ സക്കറിയെ ഉൾപ്പെടെയുള്ള വിദഗ്ധർ അവർ ഉച്ചയോടുകൂടി തന്നെ ഈ മേഖലയിലേക്ക് എത്തും. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ കടുവയെ കൂട്ടിലാക്കുക എന്നതിന് തന്നെയാണ് പ്രാഥമിക പരിഗണന നൽകുന്നത്. കടുവയെ കൂട്ടിലാക്കുക, മയക്കുവെടിവെക്കുക, അതിന് സാധിച്ചില്ലെങ്കിൽ ഇതിനെ വെടിവെച്ചു കൊല്ലുക. ഈ ഒരു നീക്കത്തിലേക്കാണ് നിലവിൽ ഏതായാലും ദൗത്യസംഘം കടക്കുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിലെ ഒരു സാഹചര്യം അത് ഈ പ്രധാനമായും ഈ വയനാടൻ കാടുകളിലേക്ക് കർണാടകയിൽ നിന്നുൾപ്പെടെ ഈ വന്യമൃഗങ്ങൾ എത്തുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ ഈ വരൾച്ച അനുഭവപ്പെട്ടു തുടങ്ങുകയാണ്. കടുവയുൾപ്പെടെ ആനകളും അതുപോലെ തന്നെ കാട്ടുപോത്തുകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ വയനാടൻ കാടുകളിലേക്ക് എത്തുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. സാധാരണ രീതിയിൽ ഈ ഫെബ്രുവരി മധ്യത്തോടൊക്കെ കൂടിയാണ് ഇത്തരം സാഹചര്യങ്ങൾ വയനാട്ടിൽ അനുഭവപ്പെട്ടു തുടങ്ങാറുള്ളത്. പക്ഷേ ഇത്തവണ മഴയുടെ ദൗർലഭ്യമുണ്ട്. അതിനാൽ തന്നെ ആ രീതിയിലുള്ളൊരു സാഹചര്യം പഞ്ചാരക്കുടിക്ക് അടുത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ് നിഗമനം. അതിനുവേണ്ടി കൂടൊക്കെ വെച്ചുള്ള കാത്തിരിപ്പിലാണ്. അത് നമുക്ക് കടുവ ഒന്ന് കൂട്ടിൽ കയറുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ ഉണ്ടാകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം. അമരക്കുനിയിൽ നമ്മൾ കണ്ടതാണ്, കുറേ അധികം ദിവസം കടുവയെ തിരഞ്ഞ് നമ്മൾ നടന്നതാണ്.